നമസ്കാരം. ഇന്നലെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുകയും അത് സംബന്ധിച്ച അനിഷ്ട സംഭവങ്ങളാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് KSUവിൻ്റെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ വീണ ജോർജിനെ തടയുന്നത്? വീണ ജോർജ് അഴിമതി നടത്തിയിട്ടുണ്ടോ? വീണ ജോർജ് ആരോഗ്യരംഗത്ത് താളം തെറ്റിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും നയം കൊണ്ടുവന്നിട്ടുണ്ടോ? സർക്കാർ ആശുപത്രികളെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും പോളിസി കേരളത്തിൽ വീണ ജോർജോ കേരള സർക്കാരോ നടപ്പിലാക്കിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തടയാം. ഡോക്ടർമാരുടെ സ്ഥലംമാറ്റ ലിസ്റ്റിൽ അഴിമതി, ഡോക്ടർമാരോട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് സ്ഥലംമാറ്റം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തടയാൻ അവകാശമുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തടയുന്നത്? സർജറിക്കിടെ അപൂർവമായി രോഗികൾക്ക് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അപാകതകൾ സംഭവിച്ചതിൻ്റെ പേരിലാണ് ഒരു മന്ത്രിയെ തടയുന്നത്, തെരുവിൽ തടയുന്നതെന്നാണ് പറയുന്നത്. അതില്ലാത്ത ഏത് രാജ്യമാണുള്ളത്? അബദ്ധത്തിൽ അപകടങ്ങൾ സംഭവിക്കാത്ത ലോകത്ത് ഏത് രാജ്യത്താണ് സർജറിക്കിടെയും ചികിത്സക്കിടെയും അബദ്ധത്തിൽ ഡോക്ടർമാർക്ക് കൈപ്പിഴ പറ്റാത്ത ഏത് രാജ്യമാണ് ലോകത്തുള്ളത്? പറയണം. കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇതൊന്നുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. എത്രയെത്ര അപകടങ്ങൾ സംഭവിക്കുന്നു. വളരെ കുറഞ്ഞ തോതിലാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ അവയവ മാറ്റത്തിന് പ്രത്യേകമായി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കുന്നു. ശസ്ത്രക്രിയകൾ വളരെ ഉയർന്ന തരത്തിലുള്ള ഉന്നത നക്ഷത്ര ആശുപത്രികളിൽ, സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ മാത്രം നടത്തുന്ന കരൾമാറ്റ ശസ്ത്രക്രിയ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ, ഇതൊക്കെ തന്നെ വ്യാപകമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നു. അങ്ങനെ ആരോഗ്യ മേഖല ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ആ സംവിധാനത്തിനെ നയിക്കുന്ന മന്ത്രിയെ വ്യക്തിപരമായി ഹറാസ് ചെയ്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ തടയുന്നത്? ഇനി KSUവിൻ്റെ പണിയാണ് ഈ തടയൽ. മന്ത്രിയുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ നമുക്ക് അംഗീകരിക്കാം, നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കും, ആയിക്കോട്ടെ. മന്ത്രി അഴിമതിക്കാരിയാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ പർച്ചേസിൽ ഇത്ര അഴിമതി നടന്നിട്ടുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ തോതിൽ കോട്ട് ചെയ്യുന്ന കമ്പനിയെ മറികടന്നുകൊണ്ട് കൂടിയ തുകക്ക് പർച്ചേസ് നടത്തി മന്ത്രി അഴിമതി നടത്തി, അങ്ങനെ ഒരു ആരോപണമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, തടയാനുള്ള അവകാശമാണ്. ഇങ്ങനെ ഒരു ആരോപണവും നിങ്ങൾക്ക് ഉന്നയിക്കാനില്ല. വളരെ ദുർബലമായ ആരോപണങ്ങൾക്ക് വേണ്ടി ഉയർത്തിക്കാട്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് നിന്ന് മന്ത്രിയായ ഒരു വനിതയായതുകൊണ്ട് അവരെ ഉന്നം വെക്കാൻ ചില മാധ്യമ പ്രവർത്തകരും വളരെ കരുതിക്കൂട്ടി പരിശ്രമിച്ചുകൊണ്ടാണ് അവരെ തകർക്കാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇനി KSUവിൻ്റെ കാര്യം, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? നിങ്ങൾ എവിടെയാണ് സമരം ചെയ്യേണ്ടത്? സ്കൂൾ പൂട്ടുകയാണ്, അടുത്ത അധ്യയന വർഷത്തെ പുസ്തകം വൈകുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാം. പുസ്തകം എവിടെ എന്ന് ചോദിച്ച് സമരം ചെയ്യാം. അതേപോലെ തന്നെ +2 പ്രവേശനത്തിന് കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ സീറ്റുകൾ സർക്കാർ ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. അങ്ങനെ എത്രയെത്ര അവകാശം. ഇപ്പോൾ NCERTയുടെ പുസ്തകത്തിൽ നമ്മുടെ ജുഡീഷ്യറിയെ തന്നെ കരിവാരി തേക്കുന്ന രൂപത്തിൽ അതിൽ പാഠപുസ്തകം വന്നിരിക്കുന്നു. നിങ്ങളുടെ സമരം എവിടെ? നിങ്ങൾ സമരം ചെയ്തോ? നിങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങൾ അപ്പോഴും ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി, അതും ഒരു വനിത, അവർ പോകുന്ന വഴിക്ക് കരിങ്കൊടി കാണിക്കാനും അവർ ട്രെയിൻ കയറുന്ന സമയത്ത് അവിടെയും പോയിട്ട് കരിങ്കൊടി കാണിച്ചുകൊണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടയാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്തൊരു നികൃഷ്ടമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഉത്തരം പറയൂ. എന്തിനാണ് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു വനിതാ മന്ത്രി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ആ സംവിധാനത്തെ തന്നെ കുറ്റമറ്റതാക്കാൻ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ എതിരെ നടപടിയെടുത്തൊരു മന്ത്രി. ആരെങ്കിലും ഒരാളെ സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ അവർ ഇടതുപക്ഷ അനുഭാവിയായതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാതെ വെറുതെ വിട്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എല്ലാവരുടെ പേരിലും നടപടിയെടുക്കുന്നു, സംവിധാനമുണ്ട്. അങ്ങനെയുള്ളൊരു മന്ത്രിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? ഇത് KSUവിൻ്റെ പണിയാണോ? അതുകൂടെ ചർച്ച ചെയ്യണമല്ലോ. യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട പണി എന്തിനാ KSU? ഇവിടെ കനകോലു പറഞ്ഞതുപോലെ കനകോലുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതൊക്കെ വളരെ മോശമാണ്, ഒരു സംവിധാനത്തിന് പറ്റിയതല്ല. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.